ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ പോളികാർപ്പസ് പിതാവേ, വന്യ ജനറാളച്ചന്മാരെ, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ ഇടവകയെ സംബന്ധിച്ചും ഈ ദേശത്തെ സംബന്ധിച്ചും മേജർ അതിരൂപതയെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ്. കർത്താവ് വിളിച്ച് ചേർത്തു നിർത്തി ഉപദേശിച്ച് പഠിപ്പിച്ച് ശക്തനാക്കി അഭിഷിക്തനാക്കി ഈ ഇടവകയുടെ മകനെ ഫാദർ സിറിൽ എന്ന് നാമകരണം ചെയ്ത് വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തോടുകൂടി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് സ്വീകരിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിച്ചതും വേർതിരിച്ചതും അഭിഷേകം ചെയ്തതും സ്വീകരിക്കുന്നതും സ്ഥിരീകരിക്കുന്നതും ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ജീവിക്കുന്നതിന് സന്നദ്ധനായി മുൻപോട്ട് വന്നപ്പോൾ സ്വർഗം മറ്റെല്ലാ മാനദണ്ഡങ്ങളെയും മാറ്റിവെച്ച് ഔദാര്യവും വാത്സല്യവും സ്നേഹവും മാത്രം പരിഗണിച്ച് നമ്മുടെ ഈ മകനെ ദൈവസ്നേഹത്തിൻ്റെ കൂദാശയാകുന്നതിന് സ്ഥിരീകരിച്ച് ഇതാ നിയോഗിക്കുകയാണ്. ജനതകളുടെ ഇടയിലേക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെയും കർത്താവിൻ്റെ സമസ്ത ശുശ്രൂഷകളുടെയും ഒരു കൂദാശയായി രൂപപ്പെടുന്നതിന് വളരുന്നതിന് നിയോഗിച്ച് അയക്കുകയാണ്. ഈ നിയോഗം ഏറ്റെടുക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യത്തെ എപ്പോഴും തന്നിൽ ഉറപ്പിക്കുന്ന വേദഭാഗം വായിച്ച് ബഹുമാനപ്പെട്ട സിറിലച്ചൻ വിശുദ്ധ കുർബാനയിൽ വചന ശുശ്രൂഷ തുടങ്ങി. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ അഭിഷേക ശുശ്രൂഷയുടെ പ്രധാന മർമ്മമായി കണ്ട് അദ്ദേഹം ഈ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് നമ്മുടെ കർത്താവ് ഗലീലയിൽ താൻ വളർന്ന സ്ഥലമായ ആ പ്രദേശത്ത് സിനഗോഗിൽ ഒരു സാബത്ത് ദിവസം യെശയ്യായുടെ പുസ്തകം വായിച്ച് ശുശ്രൂഷ നടത്തിയത് അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക എടുത്ത് ഉദ്ധരിക്കുക. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയുടെ വേദനയുടെ നാളുകളാണ്. ഒരാശ്വാസത്തിനു വേണ്ടി രാജാക്കന്മാരുടെയും ആധിപത്യങ്ങളുടെയും വാഴ്ചകളുടെയും ഇടയിൽ അവര് എവിടെ നിന്ന് സഹായം ലഭിക്കും എന്ന് ആഗ്രഹിച്ച് കാതോർക്കുന്ന കാലം. അസീറിയയിലെയും ഈജിപ്തിലെയും ഭരണം അവരെ സഹായിക്കുമോ എന്ന് ആശങ്കയോടെയും ആകാംക്ഷയോടെയും കാത്തിരുന്ന കാലം. യെശയ്യാ പ്രവാചകൻ അവരോട് പറയുന്നത്, നിങ്ങളുടെ കണ്ണുകൾ അസീറിയയിലേക്കോ ഈജിപ്തിലേക്കോ പായിക്കേണ്ട, നിങ്ങൾക്ക് അഭയം നൽകുന്ന
നിങ്ങളുടെ നാഥനായ യഹോവയുടെ പക്കൽ നിങ്ങൾ അഭയം കണ്ടെത്തും. അവനെ മാത്രം മുറുകെ പിടിക്കുക. അവൻ നിങ്ങൾക്ക് ആവശ്യമായ സകല വിടുതലും നൽകും, രക്ഷ നൽകും, ആശ്വാസം നൽകും. നിങ്ങളെ അവിടുന്ന് ശാന്തമായി നയിക്കും. യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കൾക്ക് അക്കാലത്ത് കൊടുത്ത ഉറപ്പ് അതാണ്. ആ വേദഭാഗം നമ്മുടെ കർത്താവ് സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് വായിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷ അവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ നവാഭിഷിക്തനായ ബഹുമാനപ്പെട്ട സിറിലച്ചൻ ഇന്ന് ആ വേദഭാഗം വായിച്ച് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നു. സിനഗോഗിൽ സാബത്ത് ദിവസം ചെയ്തിരുന്നത് ഈ പ്രവാചക ഗ്രന്ഥം വായിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക. കർത്താവ് ഈ വേദഭാഗം വായിച്ച് കഴിഞ്ഞപ്പോൾ സിനഗോഗിലുള്ള സകല മനുഷ്യരും അവനെ ശ്രദ്ധയോടെ നോക്കിയിരുന്നു. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യെശയ്യായെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് തൻ്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയാണല്ലോ: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. മർദ്ദിതർക്ക്, അന്ധർക്ക്, അടിച്ചമർത്തപ്പെട്ടവർക്ക് അവർക്കാവശ്യമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ആശ്വാസം, കാഴ്ചയാകാം, സ്വാതന്ത്ര്യമാകാം, കേൾവിയാകാം, കർത്താവിന് സ്വീകാര്യമായ വത്സരം അത് പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? ഇവൻ്റെ സഹോദരന്മാർ നമ്മോടൊപ്പം എവിടെയില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ കൈമാറ്റം ചെയ്തിരുന്നു എന്നുള്ളതും പരമാർത്ഥമാണ്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം ഇന്ന് ഇവിടെ നിറവേറിയിരിക്കുന്നു. സമഗ്രമായ ഒരു വിമോചനത്തിൻ്റെ അനുഭവമായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ സുവിശേഷം നൽകി എന്ന് മാത്രമല്ല, അവൻ സുവിശേഷമായി നമ്മുടെ ഇടയിലേക്ക് നൽകപ്പെട്ടു. അവൻ സുവിശേഷമായി നൽകപ്പെട്ടു എന്ന് വെച്ചാൽ ലോകത്തിൽ അസ്വസ്ഥതയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവർക്കാവശ്യമായ ആശ്വാസം, അതിൻ്റെ പേരുകൾ വ്യത്യസ്തമാണല്ലോ, അതെല്ലാം നൽകുന്നതിന് ദൈവം സന്നദ്ധനാണെന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ഉറപ്പ് നൽകുന്നു. കർത്താവ് നൽകിയിരിക്കുന്ന ഉറപ്പ്, ദൈവം സമീപസ്ഥനാണ്. അവൻ ഇമ്മാനുവേൽ, കൂടെ വസിക്കുന്നവനാണ്. അവൻ നമുക്ക് നൽകുന്നത് പോലെ മറ്റാർക്കും നൽകുന്നതിന് കഴിയില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ ഏകജാതനാണ്. നവാഭിഷിക്തനായ ബഹുമാനപ്പെട്ട സിറിൽ കോട്ടയിലച്ചൻ ദീർഘനാളത്തെ പരിശീലനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ഇപ്പോൾ കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുകയാണ്. പടിപടിയായി മദ്ബഹായിലേക്ക് പ്രവേശിച്ച് ത്രോണോസിൻ്റെ വശങ്ങളിൽ ചുംബിച്ച് നമസ്കാരമേശയിൽ നിന്ന് പഴയ നിയമവും ത്രോണോസിൻ്റെ ഇടതും വലതും ചുംബിച്ച് ശ്ലീഹാലേഖനവും അപ്പസ്തോല പ്രവൃത്തിയും കാതോലിക ലേഖനങ്ങളുമെല്ലാം വിശ്വാസ സമൂഹത്തിന് നൽകിയിരുന്ന ശമാശൻ ദൈവാലയത്തിൻ്റെ മധ്യേ
അംശവസ്ത്രങ്ങൾ ധരിച്ച് ഇതാ സുവിശേഷം വായിക്കുന്ന വലിയ ശുശ്രൂഷയിലേക്ക് നമ്മുടെ കർത്താവ് വചനം അരുളി ചെയ്തതുപോലെ ഇതാ മദ്ബഹായുടെ മധ്യേ നിന്ന് സുവിശേഷം നമുക്കായി നൽകുന്നു. അതും ജീവൻ നൽകുന്ന സുവിശേഷം, ജീവൻ സമൃദ്ധമായി ലഭിക്കേണ്ടുന്നതിന് ഉതകുന്ന സുവിശേഷം. ഈ നവാഭിഷിക്തൻ തനിക്ക് ലഭിച്ച പരിശീലനം, തനിക്ക് ലഭിച്ച രൂപീകരണം, അതെല്ലാം ദൈവജനത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി, അവരുടെ സമഗ്രമായ വിമോചനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് താൻ സ്വയമേ സ്വീകരിച്ച ഈ വേദഭാഗം. നവാഭിഷിക്തരായ വൈദികർ അവരവർ തന്നെയാണ് അവർ സുവിശേഷം വായിക്കുന്നതിൻ്റെ ഭാഗം തിരഞ്ഞെടുക്കുന്നത്. അവരേതിന് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അവർ നിശ്ചയിച്ച് ദൈവജനത്തോട് പങ്കുവയ്ക്കുന്ന ഒരു ഭാഗമാണ്. അത് വ്യത്യസ്തമായി നമുക്ക് എപ്പോഴും അനുഭവപ്പെടും. അത് അനുപൂരകമായി സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് നമുക്ക് കഴിയും. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലും ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലും മനുഷ്യരനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിന് ഒരു പരിഹാരം പലപ്പോഴും ചില വാഹനങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്ന ആകർഷണീയമായ ആ ഒരു പ്രസ്താവന കണ്ടിട്ടുണ്ട്. ജീസസ് ഈസ് ദി ഓൺലി ആൻസർ. യേശു മാത്രമാണ് ഏക ഉത്തരം. സമാനമായ അനേകം വിശേഷണങ്ങൾ, ഐ ആം പ്രൗഡ് ടു ബി എ ക്രിസ്ത്യൻ തുടങ്ങിയ പുതിയ വാക്യങ്ങളൊക്കെ വരുന്ന കാലമാണ്. വിശ്വാസത്തിൻ്റെ ആധിക്യത്തിലാണോ അതോ സാമുദായിക ചിന്തയുടെ തള്ളല് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. പുതിയ സമവാക്യങ്ങളൊക്കെ പ്രകാരം പ്രസിദ്ധപ്പെടുത്തുന്ന നാളിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. കർത്താവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഈ ഒരു പദ്ധതിക്ക് വേണ്ടി സ്വർഗം രൂപപ്പെടുത്തുകയാണ്. തിരുസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും ഇത് തന്നെയാണ്. സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്നതിന്, പ്രത്യേകിച്ച് അത് നിഷേധിക്കപ്പെടുന്നവർക്ക് സംലഭ്യമാക്കുന്നതിനുള്ള ഒരു ശുശ്രൂഷ. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഒരു ഭൗതികമായ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, അനേകം സമ്മർദ്ദങ്ങളാൽ വലയുന്ന മനസ്സിനൊരു വിടുതൽ കൊടുക്കുന്നതിന് കർത്താവിന് കഴിയും. കർത്താവിൻ്റെ സഭയ്ക്ക് അത് സാധിക്കണം. കർത്താവിൻ്റെ പുരോഹിതന് അത് നിയോഗമാണ്. ഇപ്രകാരം നാം വിമോചനത്തിൻ്റെ സുവിശേഷം അറിയിക്കുമ്പോൾ നാം വിമുക്തരായി നിന്ന് ഈ വചനത്തിൻ്റെ അർത്ഥം അനുഭവിക്കുകയും അത് അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ. ബഹുമാനപ്പെട്ട സിറിളച്ചൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വിവിധ സെമിനാരികളിൽ പഠനം നടത്തി. നമ്മുടെ മേജർ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ശമ്മാശനായി നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ ശമ്മാശനെടുത്ത ശുശ്രൂഷകളൊക്കെ ചെയ്ത് പുരോഹിതനായി ഇപ്പോൾ മാതൃ ഇടവകയുടെ ത്രോണോസിനോട്, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുകയാണ്. കർത്താവിൻ്റെ ഔദാര്യം, കർത്താവിൻ്റെ വാത്സല്യം നമുക്കെങ്ങനെ മറക്കുവാൻ കഴിയും? കർത്താവിൻ്റെ വാത്സല്യം ഒരു മനസ്സിനെ രൂപപ്പെടുത്തുകയാണ്.
അനേക മനസ്സുകൾക്ക് രൂപാന്തരീകരണം നൽകുകയാണ്. ഇന്ന് പഴയ നിയമത്തിൽ ഒരുക്ക സമയത്ത് വായിച്ചു കേട്ടതുപോലെ മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. ചെറിയ ഒരു വാക്യം എങ്കിലും അതിൽ പ്രത്യാശ നിറച്ചു വച്ചിരിക്കുന്ന ജീവനുള്ള വാക്യമാണ്. മനുഷ്യന്റെ മാനദണ്ഡങ്ങൾ ദൈവം മാറ്റിക്കളയുന്ന സുവിശേഷ താളുകളിലെ വിസ്മയനീയത പൗരോഹിത്യത്തിൻ്റെ വലിയ അഭിഷേകമാണ്. അസാധ്യമായതല്ല സാധ്യമാകുന്ന ഒരു പൗരോഹിത്യ ശുശ്രൂഷ. മാക്സിമിലിയൻ കോൾബെ എന്ന വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് ലോകം ഉൾക്കൊണ്ട ഒരു പാഠം, തൻ്റെ ജീവനേക്കാൾ മറ്റൊരുവൻ്റെ ജീവന് വില, അവൻ്റെ കുടുംബത്തിൻ്റെ വില, അവൻ്റെ മക്കളുടെ വില, അത് സ്വന്തമായി ഏറ്റെടുക്കുന്ന ഒരു പുരോഹിതൻ. കുഷ്ഠരോഗബാധിതരായ മനുഷ്യരുടെ ഇടയിലേക്ക്, മൊളോക്കോ ദ്വീപിലേക്ക് ആവേശത്തോടെ നീങ്ങുന്ന ഫാദർ ഡാമിയൻ ലോകത്തിലെ അനേകം സുവിശേഷകരുടെയും അഭിഷിക്തരുടെയും നീണ്ട ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ ഈ നവാഭിഷിക്തൻ ബലമായി കരുതുന്നതും കരുതേണ്ടുന്നതും ഈ അഭിഷിക്തരുടെ കൃപ നിറഞ്ഞ ജീവിത വഴികളാണ്. ഇത് ബലമായി സ്വീകരിക്കാൻ ആർക്ക് കഴിയും? അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുന്നവൻ അല്ലാതെ. ഒരു ദാനമായി നമുക്ക് ലഭിക്കുമ്പോൾ ഒരു ജീവിതം ദാനമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക മാത്രമാണ് നമ്മളുടെ വിശ്വസ്തതയുടെ അടയാളം. ഇതിൽ മാനുഷികമായ അംഗബലമോ സംഖ്യാബലമോ സംഘാടക വൈഭവമോ മനുഷ്യൻ ചാർത്തിവെക്കുന്ന വിശേഷണങ്ങളോ ഒന്നും ഈ സത്യവുമായി പൊരുത്തപ്പെട്ട് പോകുന്നതല്ല. ദൈവം തൻ്റെ ഔദാര്യത്തിൽ, തൻ്റെ വാത്സല്യത്തിൽ എനിക്കും നിങ്ങൾക്കും നാം എല്ലാവർക്കും നൽകുന്ന വലിയ കരുണയുടെ അടയാളമാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനൊരു പുരോഹിതൻ നിയോഗിതനാകുമ്പോൾ നാം അതിൻ്റെ പരിമിതമായ അർത്ഥത്തിൽ ബന്ധിതരാകരുത്. അംശവസ്ത്രം അണിഞ്ഞ് അപ്പവീഞ്ഞുകൾ ക്രമപ്പെടുത്തി നിഷ്ഠയോടുകൂടി അനുഷ്ഠാനങ്ങൾ എല്ലാം നിർവഹിച്ച് നമുക്ക് നൽകുന്നു. അർത്ഥസൂചകമായ ശുശ്രൂഷകൾ അതിൻ്റെ മധ്യേയുണ്ട്. കീറിമുറിക്കപ്പെടുന്ന ശരീരവും അതൊന്നാക്കി വയ്ക്കുന്ന ശുശ്രൂഷയും അത് പകർന്നു നൽകുന്ന ശുശ്രൂഷയുമെല്ലാം ഈ കുർബാനയുടെ മാറ്റിവെക്കാനാവാത്ത ഭാവമാണ്. നാം കാണുന്നത് നാം ഉണ്ടാക്കിയ ഒരപ്പത്തിൻ്റെ രൂപത്തിലെ ചില മുറിവുകളും ചില കൂട്ടിച്ചേർക്കലുകളുമാണ്. അപ്പമെടുത്തുയർത്തിയാണ് പറയുക, കർത്താവിൻ്റെ വാക്കിനോട് ചേർത്ത് വെച്ച് ഇതെൻ്റെ ശരീരമാകുന്നു. അപ്പോഴും നമ്മുടെ മാനുഷികമായ കണ്ണുകൾ കാണുക അപ്പത്തിൻ്റെ രൂപമാണ്. ക്ഷീണിച്ചവശരായി വന്ന ശിഷ്യന്മാർക്ക് കടൽപ്പുറത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ ചിത്രം മനസ്സിലുണ്ടല്ലോ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ വന്ന് കർത്താവ് അവർക്ക് മീൻ പിടിക്കാനുള്ള പ്രത്യേക ഒരടയാളം കൊടുത്തിട്ട് അവർ മീൻ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ക്ഷീണിച്ചവശരായ അവർക്ക് കടൽ തീരത്ത് കനൽ കൂട്ടി
പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ ഒരു ചിത്രം. വിശുദ്ധ കുർബാന അതിൻ്റെ സൂചകമാണ്. വിശുദ്ധ കുർബാന അതിലേക്കുള്ള വലിയ ആഹ്വാനമാണ്. ഈ കുർബാന കയ്യിലെടുക്കാൻ മനുഷ്യന് എന്താണ് അധികാരം? കർത്താവിനെ കയ്യിലെടുക്കാൻ കർത്താവിൻ്റെ സൃഷ്ടിയായ മനുഷ്യന് എവിടുന്നാണ് നിയോഗം? വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ, വിശ്വാസത്തിൻ്റെ തെളിമയിൽ നാം ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിൻ്റെ മുൻപിൽ നീ വലിയവൻ എന്ന് പറയുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇടവകയിലെ ഈ പ്രിയപ്പെട്ട കുടുംബം, അനീഷും സിന്ധുവും നിഖിലും അടങ്ങുന്ന ഈ കുടുംബം, ഈ കുടുംബത്തിലെ ഈ മകൻ സിറിലച്ചൻ ഇന്ന് കർത്താവിൻ്റെ സഭയിലെ പുരോഹിതനാണ്. അത് നമുക്ക് നൽകുന്ന ആത്മീയമായ ശക്തി, ആത്മീയമായ സ്ഥിരീകരണം, അത് നമ്മെ വ്യത്യസ്തരാക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ ഇതിനേറെ സഹായകരമായിട്ടുണ്ട്. നിങ്ങളെ ഇനി മുതൽ സിറിലച്ചൻ്റെ മാതാപിതാക്കൾ എന്ന് ആളുകൾ വിളിക്കും. അതിനൊരു സോഷ്യൽ സ്റ്റാറ്റസായി ആളുകൾ അതിനെ വിശേഷിപ്പിക്കും. അതിൽ വിരോധിക്കേണ്ട, പക്ഷെ അർത്ഥം അതിനും അപ്പുറത്താണ്. അവൻ കുരിശിലേറിയതിൻ്റെ സാദൃശ്യം പേറുന്ന ഒരു പുരോഹിതൻ നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്നർത്ഥം. അവൻ കുരിശിൽ സകല മനുഷ്യർക്കും വേണ്ടി ജീവൻ പിടഞ്ഞ് മരിച്ചു എന്നതിൻ്റെ ഒരടയാളവും ഒരു സാക്ഷിയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തിരുസഭയിലുണ്ട് എന്നാണ് ചുരുക്കമായി അച്ഛൻ്റെ മാതാപിതാക്കളെന്നും അച്ഛൻ്റെ സഹോദരനെന്നും അച്ഛൻ്റെ വല്യമ്മച്ചയെന്നും ഒക്കെ പറയുന്നതിൻ്റെ പൊരുൾ. അതാണ് ഈ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. മനുഷ്യൻ ചാർത്തിത്തരുന്ന സോഷ്യൽ സിംബലൊന്നും നിലനിൽക്കുകയില്ല. നമ്മെ വിശേഷണങ്ങൾ കൂട്ടി ആദരിക്കുന്നതൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ്. മഹാഭൂരിപക്ഷ സമയവും എന്നത് തിരിച്ചറിയാൻ അധിക സമയമൊന്നും വേണ്ട. എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്കോ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ ഒക്കെ വിശേഷണങ്ങൾ കൂട്ടിക്കൂട്ടി പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. അതിലൊക്കെ പരിഭ്രമിക്കാതെ ഇരുന്നാൽ മതി. കേട്ടതുപോലെ ഇരുന്നാൽ കാണാത്തതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിയും. പൗരോഹിത്യത്തിൻ്റെ മർമ്മവും അടയാളവും അതിനപ്പുറത്താണ്. വലിച്ചു നീട്ടപ്പെട്ട കരങ്ങളിലെ ഒഴുകി വരുന്ന തിരുരക്തം, അതിൽ ഒരു തുള്ളി ശരീരത്തിലേക്ക് സ്വീകരിച്ച ഒരു മകൻ്റെ കുടുംബം, അതിൻ്റെ പേരാണ് ഫാദർ സിറിൽ കോട്ടയിൽ. എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഈ അഭിഷേകത്തിൻ്റെ ഉറപ്പ്, ഈ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന കൃപാവരം നഷ്ടമാകാതിരിപ്പാൻ നിരന്തരം പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ അനുഗ്രഹീതരും ഭാഗ്യമുള്ളവരുമാണ്. നിങ്ങൾ അനുഗ്രഹീതരാണ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു പുരോഹിതൻ്റെ മാതാവും പിതാവും അവരുടെ വലിയ ഭാഗ്യം, അത് എപ്പോഴും പറയുന്നത് അത് മാത്രമേ ആവർത്തിക്കാനുള്ളൂ. എന്താണ് ആ പ്രത്യേകത? നിങ്ങളുടെ മകൻ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് ആർക്കു വേണ്ടിയുള്ള നിയോഗമാണെങ്കിലും നിങ്ങളുടെ പേരുകൾ ആ ത്രോണോസിൽ മുദ്രയിടുന്നുണ്ട്. എൻ്റെ മാതാവിനെയും പിതാവിനെയും എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ സഹോദരന്മാരെയും എന്ന്
ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരനുഭവമുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മകൻ എവിടെയായിരുന്നാലും, ഏത് സ്ഥലത്ത് ഏത് ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിലാണെങ്കിലും, എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും നിങ്ങളുടെ പേരുകൾ കർത്താവിൻ്റെ മുമ്പിൽ ഓർക്കുവാൻ ഒരു പെർമനൻ്റ് അറേഞ്ച്മെൻറ്റ്, സ്ഥിരമായ ഒരു സംവിധാനം സ്വർഗം നിങ്ങളുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഭാഗ്യം. ഭൗതികമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപക്ഷെ നിഖിലിനെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ അവന് കഴിയും. വിശുദ്ധ കുർബാനയുടെ വിട്ടുമാറാത്ത അനുഭവം നൽകാൻ സിറിലച്ചന് മാത്രമേ കഴിയൂ. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം, പൗരോഹിത്യത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു മകനെ വേർതിരിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ അതിൻ്റെ ആത്മീയ ശക്തി നിങ്ങളെ സ്വാധീനിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ കൃപാവരം ദൈവം നൽകുന്നതിന് മനസ്സ് കാട്ടിയത് ഒറ്റ മാനദണ്ഡത്തിലാണ്: അവിടുത്തെ വാത്സല്യം, അവിടുത്തെ സ്നേഹം, അതൊന്നു മാത്രം. അതേക്കുറിച്ച് കൃതജ്ഞതയുള്ളവരായി എക്കാലത്തും ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ കുടുംബത്തെ തുടർന്നും തലമുറകളിലേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ കുടുംബത്തെ കർത്താവ് സംരക്ഷിച്ചു കൊള്ളും. ആ വാക്കാണ് നമുക്ക് എപ്പോഴും ബലമായി നിൽക്കുക. ഇതൊരു ഭൗതികമായ ഒരു ക്രമീകരണത്തെക്കുറിച്ചല്ല. തമ്പുരാൻ നിങ്ങളുടെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമായി നയിച്ചുകൊള്ളും. നമ്മുടെ ഇടവകയെ പ്രത്യേകം സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥനയും ദൈവവിചാരവും അത് സജീവമായതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ദൈവവിളികൾ നമുക്ക് ലഭിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തെ ഓർക്കുന്നതിനും താല്പര്യമുണ്ടാകുന്ന ഒരു കാലത്താണ് ദൈവവിളികൾ വർദ്ധിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവം നൽകുന്ന ഒരടയാളകാലം കൂടി എന്ന് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഈ ഇടവകയിൽ തുടർന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ എല്ലാ കുടുംബങ്ങളിലും ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പൗരോഹിത്യ സ്വീകരണത്തിലും ഈ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലുമെല്ലാം നമ്മുടെ ഈ ഇടവക കാണിക്കുന്ന വലിയ ഉത്സാഹം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ദേവാലയവുമെല്ലാം പരിസരവുമെല്ലാം വൃത്തിയാക്കുന്നതിനും മനോഹരമാക്കുന്നതിനും വിശുദ്ധമായി സൂക്ഷിക്കുന്നതിനും ഇടവക ഒന്നായി കാട്ടുന്ന വലിയ താല്പര്യവും വലിയ ഉത്സാഹവുമെല്ലാം ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. പ്രിയപ്പെട്ട വികാരി ക്രിസ്തുരാജ് അച്ഛൻ്റെ കൂടെ നിന്ന് ഈ ഇടവകയുടെ ശുശ്രൂഷയിൽ സഹായിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശവാസികളായ എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ദേവാലയത്തോട് അതിൻ്റെ അടുത്ത് താമസിക്കുന്ന എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സിറിലച്ചൻ്റെ ശുശ്രൂഷയിൽ അച്ഛൻ ഏറ്റവും ഒടുവിൽ ഡയക്കണേറ്റ് മിനിസ്ട്രി ഷമാശൻ്റെ ശുശ്രൂഷ ചെയ്തത് നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിലാണ്. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും. ഷമാശനെ സംബന്ധിച്ച് ഒരു നല്ല പരിശീലനത്തിൻ്റെ നല്ല ഒരു ഇടവകയുമായി കത്തീഡ്രൽ ഒരു നല്ല ബന്ധം അച്ഛന് സമ്മാനിച്ചു. നമ്മുടെ കത്തീഡ്രൽ ഇടവകയിലെ ധാരാളം കുടുംബങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഞാൻ കാണുന്നു. സ്നേഹം നൽകുന്നതിനും സ്നേഹം അറിയിക്കുന്നതിനും സന്നദ്ധരായിട്ടുള്ള അനേകം കുടുംബങ്ങൾ നമ്മുടെ ദേവാലയത്തിൽ കത്തീഡ്രലിൽ ഉണ്ട് എന്നുള്ളതും ഞാൻ ഈ സമയം സന്തോഷത്തോടെ പരസ്യമായി അറിയിക്കട്ടെ. ഏത് സാഹചര്യത്തിലും ദുർബലരെ സഹായിക്കുന്നതിന്, ആവശ്യമുള്ളവർക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിന്, ഓടി വരുന്നതിന്, ചേർന്ന് നിൽക്കുന്നതിനെല്ലാം മനസ്സുള്ള പ്രകാരമുള്ള കുടുംബങ്ങളാണ് ഒരു സഭയെ സംബന്ധിച്ച് വലിയ ബലം. അത്
ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ ധാരാളം ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, സഭാമക്കളെല്ലാം വന്ന് ഇതിൽ സന്തോഷത്തോടെ സംബന്ധിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവസ്നേഹത്തിന് പരിധിയില്ല. ദൈവസ്നേഹത്തെ മറ്റ് മാനദണ്ഡങ്ങൾ കൊണ്ട് ഒന്നും പരിശോധിക്കേണ്ടതില്ല. സ്നേഹം കൊണ്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന് ദൈവമർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സമർത്ഥനായ സഭാസ്നേഹമുള്ള പൗരോഹിത്യത്തിൻ്റെ വിനയവും അർത്ഥവും മനസ്സിലാക്കിയിട്ടുള്ള ഒരു നവവൈദികനാണ് ബഹുമാനപ്പെട്ട സെർലച്ചൻ. അച്ഛൻ്റെ ശുശ്രൂഷ ആ ദിശയിൽ ഏറ്റവും വിനയത്തോടെയും സ്നേഹത്തോടെയും സഭ നിയോഗിക്കുന്നതനുസരിച്ച് ഏത് ശുശ്രൂഷ ചെയ്യുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ബലപ്പെട്ട് മുൻപോട്ട് പോകുന്നതിനും അച്ഛന് സാധിക്കട്ടെ. കർത്താവിന് സ്വീകാര്യമായ വത്സരം എവിടെയും എല്ലാ കാലത്തും ഏത് കാലാവസ്ഥയിലും വേദനയിലും സന്തോഷത്തിലും ഉത്കണ്ഠയിലും ആശ്ചര്യത്തിലും എല്ലാം നിറഞ്ഞ മനസ്സോടെ പ്രഖ്യാപിക്കാൻ പരിശുദ്ധാത്മാവ് അച്ഛനെ ബലപ്പെടുത്തട്ടെ. അവിടുത്തെ തിരുനാമത്തിനെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.